ഹലോ 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 അസിൻ ക്ലാസ്സസ് കുട്ടീസ് എന്തൊക്കെയുണ്ടോ? സുഖമൊക്കെ തന്നെയല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട്? സ്കൂളൊക്കെ അടിപൊളിയാണെന്ന് കരുതുന്നു. പിന്നെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം. നമ്മുടെ ചാനൽ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പം ആദ്യത്തെ വീഡിയോ എങ്ങനെയാണെന്ന് പറയാം. ഞാനാണ് ബേസിക് സയൻസ് എടുക്കുന്നത്. അപ്പം ബേസിക് സയൻസിലെന്ന് പറയുമ്പം ബേസിക് സയൻസിന് 1, 2, 3, 4 പാർട്സ് ആയിരിക്കും ഉണ്ടാവുക വീഡിയോസ് ഈ ചാപ്റ്ററിൽ. ഇത് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, ഫോർത്ത് പാർട്ട് അങ്ങനെയായിരിക്കും ഓരോ ദിവസവും ചിലപ്പോൾ കാണാം. ഇത് നാളെ നിങ്ങൾ കണ്ടിട്ട് അടുത്ത് വരുന്ന വൺ ഷോട്ട് കാണും. വൺ ഷോട്ട് ഇല്ലായെങ്കിൽ എന്താണ് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠം എന്താണ് ഉദ്ദേശിച്ചത് അതൊക്കെ. അത് തന്നെ ബോർഡ് PYQ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് PYQ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഠത്തെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, അതും പരീക്ഷയ്ക്ക് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ USS PYQ ക്വസ്റ്റ്യൻസ്, USSൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ്, എല്ലാവരും അടിപൊളിയായിട്ട് കാണും. അപ്പോൾ എൻ്റെ പേരെന്ന് പറയുന്നത് എന്നെ കാണണ്ടേ ഇതേപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് 7 ബേസിക് സയൻസ് എടുത്താലോ? 1 മിനിറ്റ്. ഇപ്പോൾ ക്ലാസ് 6ൻ്റെ ക്ലാസ് 7 ബേസിക് സയൻസ്. ഹലോ സി ക്ലാസ്സസ് കുട്ടീസ്. അപ്പം മാളു എന്നാണ് ഫുൾ നെയിം. മാളവിക എന്നാണ്. അത് നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ തുടങ്ങുകയാണെ. 2 years 100 ഇൽഡ് വിളയിക്കാം 100 മേനെ. 2 years 100 ഇൽഡ് വിളയിക്കാം 100 മേനെ. മലയാളം ഇംഗ്ലീഷ് ടൈറ്റിൽ കേട്ടോ. Two years 100 ഇൽഡ് When will my mango tree bear mangoes like that? Have patience, you mango tree will also give you lots mangoes within 8-10 years. എന്താണ് ഇത്? ഈ കുട്ടി നല്ല ചെറിയ മാവ്, ഇത് വലിയ മാവ്. ഇപ്പം എന്താണ് പറയുന്നത്? ഇവിടെ നിങ്ങൾ നോക്കിയാൽ ലോട്ട്സ് ഓഫ് മാംഗോസ് ഉണ്ട്. ഇത് ലോട്ട്സ് ഓഫ് മാംഗോസ് ഉണ്ട്. കുട്ടി അങ്ങനെ ചോദിക്കണം. You may have seen different type of mango tree in your home and surrounding. Ask the elders your home how long it will take
for the mango saplings to grow. ഇത് ഓക്കെ. എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വാട്ട് ആർ എക്സ്പെക്ടേഷൻ വെൽ പ്ലാന്റിങ് ആൻഡ് ന്യൂട്രിയം എസ് മാംഗോ സാപ്ലിങ്. മലയാളം നോക്കാം. ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നത്. കാത്തിരിക്കും 8-10 വർഷങ്ങൾക്ക് കഴിഞ്ഞാൽ നിൻ്റെ മാവ് എന്നെ പോലെ ധാരാളം മാങ്ങകൾ തരും. എന്താണ് ഇവിടെ പേരൻസ്? എന്താണ് ഈ കുട്ടി ചോദിച്ചാണ് ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ കുഞ്ഞു മാവും ധാരാളം മാങ്ങ. മാവ് എന്ത് പറയാണ്? കാത്തിരിക്കും 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിൻ്റെ മാവും എന്നെ പോലെ. അതായത് എത്ര വർഷം എടുക്കും എന്നാണ് ഈ മാവ് പറയുന്നത്? 8-10 വർഷം, ഇയേഴ്സ്. 8-10 ഇയേഴ്സ്. നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളുമായി പലതരം മാവുകളിലെ വിത്തുകൾ മുളച്ച് തൈകൾ വളർന്ന് മാങ്ങ ഉണ്ടാകാൻ ഏകദേശം എത്ര കാലമെടുക്കുമെന്ന് വീട്ടിലെ മുതിർന്നവരോട് അന്വേഷിക്കുക. ക്വസ്റ്റ്യൻ: ഒരു മാവിനെ നട്ടു വളർത്തുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് നോക്കാം. ഈ കൊച്ചിൻ്റെ പേര് ഞാനൊരു വ്യക്തമാണ് ചേട്ടാ. ഈ കൊച്ചിൻ്റെ പേര് എന്താണ്? പക്രു. ഈ കൊച്ചിൻ്റെ പേര് ചിന്നു. ഈ കൊച്ചിൻ്റെ പേര് സുബ്രു. ഈ പക്രുവും ഈ സുബ്രുവും ആണ് ട്വിൻസ്. ചിന്നവരുടെ കൂട്ടുകാരാണ്. അപ്പോൾ ഇവർ നമ്മൾ സംഭാഷണം നമുക്ക് കേട്ടാലോ? എന്താണ് സംഭാഷണം തമ്മിലുള്ള? ഒരു സംഭാഷണവും എഴുതുന്നില്ല നമ്മൾ. Aren't your goals the same while cultivating fruits, cereals too? എന്താണ്? Should yield quickly, must yield plenty, yield should have good quality. എന്താണ്? നമുക്ക് ലാസ്റ്റ് പറയുന്നുണ്ട്, നമ്മൾ തെറ്റിട്ട് നോക്കണം. What things are to be taken care of to achieve this? Discuss your friends and write your sentences. ഇത് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട്. Seed and planting materials. Haven't you heard proverb? വിത്ത് ഗുണം 10 ഗുണം. What does it mean? Observe the picture. ആണ് ഈ പിക്ചർ നോക്കി നിങ്ങൾ. ഇതൊരു പ്ലാന്റിൻ്റെ ഫ്രൂട്ടാണിത്. ആ ഫ്രൂട്ടിൻ്റെ പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ടിൻ്റെ എന്താണ്? വിത്താണ് ഇത്. What are seeds formed about fruits? What factors should be considered selecting? നമുക്കെന്ത് മലയാളം നോക്കിയാലോ?
ധാരാളം മാങ്ങ ഉണ്ടാകണം, വേഗം കായ്ക്കണം, നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാകണം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതൊക്കെ തന്നെയല്ലേ? വേഗം ഫലവും ലഭിക്കണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ലഭിക്കണം. ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ശാസ്ത്രബുദ്ധിയിൽ നല്ല വിത്തുകൾ, നടീൽ വസ്തുക്കൾ. ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത്. വിത്ത് ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടില്ലേ? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ചിത്രം നിരീക്ഷിക്കും, ഇവിടെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും. ചെടിയിലെ ഫലമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ ഫലത്തിലെ വിത്താണ് ഇത്. അപ്പം എന്താണ് നോക്കൂ, വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത്? ഫലം ഉണ്ടാക്കുന്നതോ? മികച്ച വിത്ത് തിരഞ്ഞെടുക്കാൻ എന്തെല്ലാം ഘട്ടങ്ങൾ പരിഗണിക്കണം? എന്താണ് നെക്സ്റ്റ് പേജ് നോക്കൂ. ഈ ഒരു പേജ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് എടുക്കുന്നതാണ്. എന്നാലും ഞാൻ ഇതൊന്ന് പറഞ്ഞോളാം. Take few pea seeds. Select the best seed from the based on following factors: shape, size, weight, seed coat. ഇതെന്താണ് വരുന്നതായിരിക്കും. എന്താ നമുക്ക് ചോദിക്കുന്നതാണ്. ഇത് ഞാൻ അങ്ങനെ ഇട്ട് വെച്ചതാണ്. നമ്മൾ അതിൻ്റെ എന്താണ് പറയുക, ഏതാനും പയർ വിത്ത് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് മികച്ച ഉത്തരം തിരഞ്ഞെടുക്കുക. ആകൃതി, വലിപ്പം, ഭാരം, പുറം തോട്. ഇത് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇതും മുഴുവനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊന്നും പറയാനില്ല. പിന്നെ കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കൊടുത്തത്. ഇതിനകത്ത് ഒന്നുമില്ല കേട്ടോ. ഈ ഒരു പേജിൻ്റെ അകത്തൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഒന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വരവാണ്. നോക്കൂ, Aren't our goal same while cultivating vegetable or cereals too? എന്താണ് പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ഇത് തന്നെയാണോ? തന്നെയല്ലേ? അത് തന്നെയല്ലേ? Should yield quickly, must yield plenty, yield should have good quality. വേഗം ഫലം ഉണ്ടാകണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നോക്കാം. ഞാൻ പറയുന്ന പോലെ
ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. എനിക്ക് ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് എൻ്റെ ഇമ്പോർട്ടൻറ്റ് സൈൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. എൻ്റെ ഇമ്പോർട്ടൻറ്റ് സൈൻ ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് സൈന് എൻ്റെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് എന്നാലും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിന് ഇനി ഇത് പഠിക്കണം എന്ന് പറയുന്നതിന് ഞാനത് എന്താണ് ഞാൻ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ നോക്കി വെക്കുക. ഞാനിപ്പോൾ വേണമെങ്കിലും ഇത് ചോദിക്കുന്നത് ഞങ്ങളെന്താ നോക്കണം. അപ്പം എന്താ നമുക്ക് നേരെ പോകാനല്ലേ. അപ്പം എന്താണ് ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വാട്ട് തിങ്സ് ആർ ടു ബി ടേക്കൻ കെയർ ഓഫ് അച്ചീവ് ദിസ്. ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഗുഡ് സീഡ്, നല്ല വിത്തുകൾ. പെസ്റ്റ് കൺട്രോൾ, കീടനിയന്ത്രണം. ഫെർട്ടൈൽ സോയിൽ, ഫലഭൂയിഷ്ഠമായ മണ്ണ്. ഇതും പെട്ടെന്ന്. ഇനി വേർ ആർ സീഡ്സ് ഫോംഡ്. എന്താണ് വേർ ആർ സീഡ് ഫോംഡ്? വേർ ആർ സീഡ് ഫോംഡ്, വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത്? Seeds are formed in the ovule inside the ovary of flower. പൂവിലെ അണ്ഡാശയത്തിനുള്ളിലെ ആണ്ടത്തിലാണ് വിത്തുണ്ടാകുന്നത്. വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് പകരം കായിക പ്രജനനം ആണ്. കായിക പ്രജനനം. വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? എന്താണ് കായിക പ്രജനനം? The process of production of new stem, leaf and underground stem is called vegetative propagation. സസ്യങ്ങളുടെ പേരുകൾ, ഇലകൾ, തണ്ടുകൾ, ഭൂഗർഭതണ്ടുകൾ തുടങ്ങിയ സസ്യഭാഗങ്ങളിൽ നിന്ന് പുതിയ സസ്യങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഇതെന്തായാലും ഉണ്ടാവുന്നതാണ്. വാട്ട് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? എന്താണ് ലൈംഗിക പ്രജനനം? സീഡ്സ് ആർ ഫോംഡ് സെക്ഷലാണ്. ഫീലിംഗ് അല്ല, സീഡ്ലിംഗ് ആണ്. റീപ്രൊഡ്യൂസിംഗ് സീഡ്ലിംഗ് ജെർമിനേറ്റ് ഫ്രം സീഡ്സ് ടു. വിത്തുകളിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു വരുന്ന പ്രജനന രീതിയാണ് ലൈംഗിക പ്രജനനം. ഒരു മിനിറ്റ്, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗം വരുന്നത്. ഗുഡ് ക്വാളിറ്റി സീഡ്സ്. ഗുഡ് ക്വാളിറ്റി സീഡ്സ് എന്ന് പറയുന്നത് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഷുഡ് ബി സെലക്ടഡ് ഫോർ ബെറ്റർ yield. ഫോർ ദിസ് ദി റെസ്പെക്റ്റീവ് പ്ലാന്റ് ആൻഡ് ഫ്രൂട്ട് ഷുഡ് ഓൾസോ ഹാവ് ഗുഡ് ക്വാളിറ്റി. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം.
ഇമ്പോർട്ടൻറ്റ്. സമയമില്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ സ്പീഡ് പറഞ്ഞിരുന്നത്. കാരണം എനിക്ക് വേറെ ക്ലാസ്സസൊക്കെ ഉണ്ട്. ഇപ്പം സമയം ഓവറായിപ്പോയി എന്നുള്ളത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെയും എക്സാമ്പിളാണ്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് കളർ? റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അണ്ടർഗ്രൗണ്ട്, സെമൻ, സീഡ്. എന്താണ് കായിക പ്രജനനം, ലൈംഗിക പ്രത്യുത്പാദനം. വേരുകാണ്ഡം, ഇല, ഭൂഖണ്ഡം, വിത്ത്. എന്താണ് ബ്രെഡ് ഫ്രൂട്ട്, ബ്രെഡ് ഫ്രൂട്ട്, മുരിങ്ങ, ഡയോഫിലിയം, മുരിങ്ങ. എന്താണ് കറി ലീഫ്, തുളസി, ടപ്പിയോക്ക, റോസ്, ഹിബിസ്കസ്, നിലപ്പന, നിശാഗന്ധി, യാം, പൊട്ടറ്റോ, ജിഞ്ചർ, ലേഡീസ് ഫിംഗർ, സ്നേക്ക് ഗാർഡ്, ആഷ് ഗാർഡ്. അതെന്താണ് സ്ലീപ്പ് പ്ലാവ്, അതായത് ബ്രെഡ് ഫ്രൂട്ടാണ്. ചീമപ്ലാവ്, മുരിങ്ങയില മുളച്ച് കാച്ചിൽ, മുരിങ്ങ 2 വരുന്നുണ്ട്. കറിവേപ്പ്, തെച്ചി, തുളസി, കപ്പ, റോസ്, ചെമ്പരത്തി. നിലപ്പന, നിശാഗന്ധി, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, ചേന, വെണ്ട, പടവലങ്ങ, കുമ്പളങ്ങ. സ്പീഡ് പറഞ്ഞുകൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. പ്ലാന്റ് സെലക്ടഡ് ഫോർ സീഡ് കളക്ഷൻ. വിത്തെടുക്കുന്ന ചെടി. ഇതാണ് ലോ ഈൽഡിങ്, കായ്ഫലം കുറഞ്ഞുള്ളത്. ഹൈ ഈൽഡിങ്, ഹെൽത്തി പ്ലാന്റ്, ഇൻഫെക്റ്റ് പ്ലാന്റ്, സ്റ്റൻഡേർഡ് പ്ലാന്റ് ഗ്രോത്ത്. കായ്ഫലം കുറവുള്ളത്, കായ്ഫലം കൂടുതലുള്ളത്, ആരോഗ്യമുള്ള ചെടി, ലോകമാണുള്ള വളർച്ച മുരടിച്ച്. ഇതിൻ്റെ അകത്ത് ഏതാണ്? ഇതിൻ്റെ അകത്ത് ഇതാണ്. ഇതാണല്ലേ കായ്ഫലം കൂടുതൽ, ആരോഗ്യമുള്ള ചെടി. ഹൈ ഈൽഡിങ്, ഹെൽത്തി പ്ലാന്റ്. അങ്ങനെ ഫ്രൂട്ട് സെലക്ടഡ് ഫോർ, വിത്ത് തിരഞ്ഞെടുക്കുന്ന ഫലം. ഇതിൻ്റെ അകത്ത് ഏതാണ്? ആദ്യം ഉണ്ടാകുന്ന ഫലം, അവസാനത്തെ ഉണ്ടാകുന്ന ഫലം, മധ്യകാലത്തുണ്ടാകുന്ന ഫലം, മൂപ്പെത്തിയത്, മൂപ്പത്തെത്തിയത്. ഇതിൻ്റെ അകത്ത് ഏതാണ്? ഇതല്ലേ. ഇതുമാണ്. എന്താണ് മധ്യകാലത്തെ ഫലം, മൂപ്പെത്തിയത്. തിരഞ്ഞെടുക്കുന്ന വിത്ത് എന്താണ്? സ്വാഭാവികമായ ആകൃതിയുള്ളത്, സ്വാഭാവികമായ ഭാരമുള്ളത്, പുറന്തോട് കേടുള്ളത്, ഭാരം കുറഞ്ഞത്, സ്വാഭാവിക വലിപ്പമുള്ളത്. എന്താണ് ഇതും വലിപ്പമുള്ളതും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പറഞ്ഞു. കറിവേപ്പിൻ്റെ ഏത് ഭാഗത്തൂടെയാണ് ഇതുണ്ടാവുന്നത്? ഏത് ഭാഗത്തൂടെയാണ്? റൂട്ട്, സീഡ്. എന്താണ് വേര്, വിത്ത്. ജിഞ്ചറിൻ്റെയോ? ചെറിയ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ്, ഭൂഗർഭതണ്ട്. ബ്രയോഫില്യത്തിൻ്റെത് ഇല മുളച്ചത്, ഇല. അത് ഓർത്തൊക്കെ, ഇല മുളച്ചത് ഇലയാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ പേപ്പർ പ്ലാന്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. പേപ്പർ പ്ലാന്റ് ആണ്. എന്താണ് പേപ്പർ പ്ലാന്റിൻ്റെ ഏതാണ്? ലീഫ് അല്ല, സ്റ്റെമ്മ്, തണ്ട്. കുരുമുളകിൻ്റെ തണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. സമയമില്ല പറയാൻ, ഇതാണ്. അപ്പം ഇതുപോലെ എനിക്ക് എന്നെ കാണാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പാർട്ട് 2 എന്താണ് കമ്മിങ് ആണ്. അപ്പോൾ എന്താണ്, എൻ്റെ പേര് മാളു എന്നാണ്. എൻ്റെ ഫേവറേറ്റ് ഇമോജി ഞാൻ പറയുമ്പോൾ ഞാൻ പറയാം. സ്ട്രോബെറിയാണ് എൻ്റെ ഫേവറേറ്റ് ഇമോജി. സ്ട്രോബെറിയാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഇമോജി. അപ്പോൾ എല്ലാവർക്കും എന്താണ് എൻ്റെ മുഴുവൻ നേരം എന്താണ് മാളവിക മാളു. അപ്പോൾ എന്താണ് എല്ലാവർക്കും ബൈ കേട്ടാ.